അടിപൊളിയാണ്. സസ്പെൻസ് ഈ പടം ടോട്ടലി ഫ്ലാഷ് ബാക്കാണ്. നമ്മൾ അവിടെ എന്താ പറയുക, ഒട്ടും ലാഗില്ലാതെ നമ്മളവിടെ ഇരുത്തി കളയും പടം. അടിപൊളി പടം, ഒട്ടും ലാഗൊന്നും ഇല്ലാതെ സൂപ്പർ പടം, എല്ലാം കൂടെ അടിപൊളി. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്, ക്യാമറ വർക്ക് എടുത്ത് പറയേണ്ടത്, ആക്ഷനും നല്ല ഗംഭീരമായിട്ടാണ് മൂവിക്കുള്ളത്. അത് രണ്ട് കാലഘട്ടം കാണിച്ചേക്കാൻ 2018 2025 കാണിച്ചേക്കണൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ മേഘനാഥൻ ചേട്ടനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റിയ ഫൈറ്റൊക്കെ നല്ല നല്ലതായി. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അഷ്കർ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടിയുടെ ഫുൾ ഭയങ്കര ബോഡി ലാംഗ്വേജും സംഭാഷണവും ഫൈറ്റും ഒക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും കാണണം. എങ്ങനത്തെ മൂവിയാണ്? ആക്ഷനുണ്ട്, പാട്ടുണ്ട്, പ്രണയമുണ്ട്, സൗഹൃദമുണ്ട്, എന്നാലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പിന്നെ ഫാമിലി എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ആക്ഷൻ ഉണ്ട്. ഉണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാകുമ്പോൾ ആ ഒരു ജോണറിന് വേണ്ട എല്ലാ മസാലകളും ഉണ്ട്. ரொம்ப சந்தோஷமாக இருக்கேன். நீங்கள்லாம் என்ஜாய் பண்ணீங்க, அதை பார்த்து ரொம்ப ஹாப்பியாக இருக்குது. தேங்க்யூ ஸோ மச். அண்ட் நீங்கள் தான் இப்போ அடுத்த படம் ப்ரமோட் பண்ணோம், ஸோ சப்போர்ட் பண்ணுங்கள். அண்ட் பர்சனலி ஐ ரியலி லைக் இட். ஒரு மாதிரி கிரிப்பிங்காக இருந்தது மொத்த படம், ஸ்டார்டிங்லேருந்து எண்டு வரைக்கும் ஐ என்ஜாய்டு. ஸோ இப்போ நீங்கள் தான் நம்மளுக்கு சப்போர்ட் பண்ணணும். தேங்க்யூ ஸோ மச். വില്ലനാണെങ്കിലും ഞങ്ങൾക്ക് നല്ല മനസ്സുള്ളത് പാവം വില്ലന്മാരാണ്. അതെ. അഷ്കറൊക്കെ പോലീസ് വേഷത്തിൽ വരുമ്പോൾ ജീപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് പണ്ടത്തെ ഫാൻറ്റം സിനിമയിലൊക്കെ മമ്മൂക്കയൊക്കെ വരുന്ന പോലെ അങ്ങനെ അത് ഞാൻ അമീറുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ ചില സീനൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് മമ്മൂക്കയാണ് മച്ചാൻ. അപ്പോൾ നമ്മളെന്നെ ചില സമയത്ത് ആലോചിച്ചു ദൈവമേ ഇത് ആരിയ്ക്കണേ, പിന്നെ മനസ്സിലായി ഇവനാണെന്നുള്ളത്. പക്ഷെ അഭിനയത്തിൽ മമ്മൂക്കയുടെ ഒരു ടച്ചും ഇല്ല, ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇത് വേറെ ആൾക്കാരല്ലേ. അത് മാമാടെ മോനാ, അങ്ങനെ എന്തോ ഒരു അപ്പോൾ എങ്ങനെയുണ്ടായി പോലീസ് വേഷത്തിൽ ആദ്യമായിട്ട് എത്തിയപ്പോൾ അഷ്കർക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ? സന്തോഷം, അടിപൊളിയല്ലേ. ഒരാളുടെ വളർച്ചയല്ലേ, രസമല്ലേ, അതിന് ഭാഗമാകാൻ പറ്റിയ സന്തോഷം. പോലീസായിട്ട് തകർത്തോന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടതേ ഉള്ളൂ. ബിഗ് സ്ക്രീൻ ഞാൻ ഫസ്റ്റ് ടൈം പോലീസായിട്ട് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കണ്ടത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പ്രേക്ഷകരെല്ലാം നന്നായിരുന്നു പറയുന്നു. ഇനി എല്ലാവരിലേക്ക് എത്തിപ്പെടട്ടെ, സിനിമ എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടട്ടെ, എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കാണാൻ പറ്റട്ടെ. എല്ലാവരും കണ്ട് ഞങ്ങളുടെ ഈ സിനിമ ഒരു വൻ വിജയം ആയില്ലെങ്കിലും നല്ലത് പറയട്ടെ സിനിമയെ പറ്റി. ഇപ്പോൾ ഡയലോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിഗംഭീരമായിരുന്നു. അപ്പോൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെ സിനിമകളിൽ മമ്മൂക്കയൊക്കെ പറയുന്ന പോലെ തന്നെ തോന്നി ആ ഒരു ഡയലോഗ്. നിങ്ങൾക്ക് തോന്നിയത് മാനറിസം അല്ല, ഡയലോഗ് അത് സ്ക്രിപ്റ്റ് റൈറ്റർ AK സന്തോഷ് സാറാണ് അങ്ങനത്തെ ഡയലോഗ്സ് എനിക്ക് പറഞ്ഞ് തന്ന് ഞാനത് ഔട്ട്പുട്ട് കൊടുത്തു. എന്നെ കൊണ്ട് ആകാവുന്ന രീതിയിൽ ഔട്ട്പുട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു പടം അത്. പിന്നെ ഫാമിലി ഉണ്ട്, കോളേജ് ഉണ്ട്, പിന്നെ അതേപോലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പിന്നെ നമുക്കൊരു ത്രില്ലറും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ത്രില്ലർ ശരിക്കും അവസാനം എത്തിയപ്പോൾ ആ ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ ഇൻ്റർവെല് കഴിഞ്ഞപ്പോൾ ഭംഗിയായിട്ട് നിങ്ങൾ കണ്ടില്ല. അത് നല്ല രീതിയിൽ ഇൻട്രസ്റ്റിൽ കയറിപ്പോയി. അത് ആരാ അവസാനത്തെ പറയില്ല, നല്ലൊരു സസ്പെൻസ് നന്നായിട്ടില്ലേ. കയറുന്ന ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അത് അടിപൊളിയായി കളഞ്ഞു.